Hello, dear students. Welcome back to School at Home. Today we are going to discuss about an important excretory organ, that is kidney. Kidneys are the major excretory organ in human beings. Kidneys are the organs which filter urea, vitamins, salts, and other substances harmful to the human body from blood and expel them through urine. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗാൻ വിസർജന അവയവമാണ് കിഡ്നി. എന്താണ് കിഡ്നിയുടെ ഫങ്ഷൻ? ഇറ്റ് ഫിൽറ്റർ യൂറിയ, വൈറ്റമിൻസ്, സോൾട്ട് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ഹാംഫുൾ ടു ദി ഹ്യൂമൻ ബോഡി ഫ്രം ബ്ലഡ് ആൻഡ് എക്സ്പെൽ ദം ത്രൂ യൂറിൻ. അതായത് നമ്മുടെ രക്തത്തിൽ ബ്ലഡിലുള്ള വൈറ്റമിൻസ്, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമല്ലാത്ത വൈറ്റമിൻസ്, യൂറിയ, സോൾട്ട്, ഒപ്പം തന്നെ മനുഷ്യ ശരീരത്തിന് വളരെ ഹാംഫുള്ളായിട്ട് ബാധിക്കുന്ന സബ്സ്റ്റൻസസും ബ്ലഡിൽ നിന്ന് അരിച്ചെടുത്ത് യൂറിനിലൂടെ പുറത്തേക്ക് കളയുക എന്നതാണ് കിഡ്നിയുടെ ഫങ്ഷൻ. ഇനി നമുക്ക് കിഡ്നിയുമായി ബന്ധപ്പെട്ട പാർട്സ്, ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിഡ്നീസ് ആൻഡ് അസോസിയേറ്റഡ് പാർട്സ്. ഇവിടെ നോക്കൂ, ഇതാണ് റീനൽ വെയിൻ. എന്താ പറയുന്നത്? റീനൽ വെയിൻ. ഇതാണ് കിഡ്നി. നമുക്ക് എത്ര കിഡ്നി ഉണ്ട്? 2 കിഡ്നി ഉണ്ട്. അതായത് ഒരു പെയർ കിഡ്നിയാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുക. അതായത് 2 കിഡ്നി ഉണ്ടാവും. Then renal artery, ureter, urinary bladder and urethra. So these are the important parts which is associated with the kidney. കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. റീനൽ വെയിൻ, കിഡ്നി, റീനൽ ആർട്ടറി, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറിത്ര. ഹ്യൂമൻ ബീങ്സ് ഹാവ് എ പെയർ ഓഫ് കിഡ്നീസ്. മനുഷ്യ ശരീരത്തിൽ പെയർ ഓഫ് കിഡ്നീസ്, അതായത് ഒരു ജോഡി കിഡ്നികളാണുള്ളത്. അതായത് 2 കിഡ്നി ഉണ്ട്. ദേ ആർ ബീൻ ഷേപ്ഡ് ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദി അബ്ഡോമിനൽ കാവിറ്റി ഓൺ ഐദർ സൈഡ് ഓഫ് ദി വെർട്ടിബ്രൽ കോളം. അതിൻ്റെ ആകൃതി എന്താണ്? നമ്മുടെ കിഡ്നിയുടെ ആകൃതി ഒരു ബീൻ ഷേപ്ഡാണ്, ഒരു പയർ വിത്തിൻ്റെ ആകൃതിയാണ്, അല്ലേ? നോക്കൂ, 2 കിഡ്നി ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കിഡ്നിയുടെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ബീൻ ഷേപ്ഡാണ്, പയർ വിത്തിൻ്റെ ആകൃതിയാണ്. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ, കിഡ്നിയുടെ ലൊക്കേഷൻ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എവിടെയാണുള്ളത്? ദേ ലൊക്കേറ്റഡ് ഇൻ ദി അബ്ഡോമിനൽ കാവിറ്റി. നമ്മുടെ ഉദരാശയത്തിൽ, അതായത് ആമാശയം ഉണ്ടല്ലോ, അബ്ഡോമിനൽ കാവിറ്റി, അവിടെയാണ് ആരെ കാണുന്നത്? നമ്മുടെ ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള കിഡ്നീസിനെ കാണുന്നത്. ഓൺ ഐദർ സൈഡ് ഓഫ് ദി വെർട്ടിബിൾ കോളം. വെർട്ടിബിൾ കോളം എന്ന് പറഞ്ഞാൽ എന്താ? നട്ടെല്ലുണ്ടല്ലോ, നട്ടെല്ലിന് ഇരുവശത്തുമായി അബ്ഡോമിനൽ കാവിറ്റിയിൽ, ആമാശയത്തിലാണ് ആരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു ജോഡി കിഡ്നിയെ കാണാനായിട്ട് സാധിക്കുന്നത്. കമ്പയർഡ് ടു റൈറ്റ് കിഡ്നി, ദ ലെഫ്റ്റ് കിഡ്നി ഈസ് ലൊക്കേറ്റഡ് സ്ലൈറ്റ്ലി ഹയർ. അതായത് ഇടത് കിഡ്നിയാണ് ഇത്, ഇതാണ് വലത് കിഡ്നി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതെന്താ ടീച്ചർ ഇങ്ങനെ പറയുന്നതെന്നല്ലേ? കാരണം ഇത് നമുക്ക് തോന്നുന്നത് എന്താണ്? ഇതല്ലേ വലത്, ഇതല്ലേ ഇടതെന്നാണ്. അല്ല, ആ മനുഷ്യത്തിൽ നോക്കുമ്പോൾ എന്താണ്? ഈ കിഡ്നി എന്താണ്? ഇടത് കിഡ്നി, ലെഫ്റ്റ് കിഡ്നിയാണ്. ഇത് റൈറ്റ് കിഡ്നിയുമാണ്. അപ്പോൾ ഈ 2 കിഡ്നിയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ, ഇവിടെ കാണുന്ന ഈ ലെഫ്റ്റ് കിഡ്നി ഉണ്ടല്ലോ, ഇതാണ് കുറച്ച് മുകളിലേക്കായിട്ട് നിൽക്കുന്നത്. സ്ലൈറ്റ്ലി ഹയ്യർ ആണ് കമ്പയർഡ് ടു റൈറ്റ് കിഡ്നി. കണ്ടോ? വലത്തെ കിഡ്നിയെ അപേക്ഷിച്ച് ഇടത് കിഡ്നി എന്ന് പറയുന്ന കുറച്ച് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടും എവിടെ തന്നെയാണ്? അബ്ഡോമിനൽ കാവിറ്റിയിലാണ്. അതുപോലെ തന്നെ വെർട്ടിബിൾ കോളം, ഇവിടെയല്ലേ വെർട്ടിബിൾ കോളം ഉണ്ടാവുക. ഈ വെർട്ടിബിൾ കോളത്തിന് ഇരുവശത്തുമായിട്ട് തന്നെയാണ്, ഓൺ ഐദർ സൈഡിൽ തന്നെയാണ് എന്ത് കാണുന്നത്? നമ്മുടെ കിഡ്നീസ് കാണുന്നത്. പക്ഷേ എന്ത് മാത്രമാണ് അവിടെ ഒരു കാര്യം പറയുന്നത്? ഈ ഒരു ഇടത് കിഡ്നി എന്ന് പറയുന്നത് വലത് കിഡ്നിയെ നോക്കുമ്പോൾ കുറച്ച് മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും അല്ലേ? ഈച്ച് കിഡ്നി ഈസ് കവേർഡ് ബൈ എ സ്ട്രോങ് ബട്ട് സോഫ്റ്റ് മെംബ്രെയിൻ. ഓരോ കിഡ്നികളെയും കവർ ചെയ്തിട്ട് സംരക്ഷിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയി, ശക്തമായതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്സിനെയും, മിക്ക ഇൻറ്റേർണൽ ഓർഗൻസിനെയും കവർ ചെയ്തുകൊണ്ട് ഒരുപാട് സോഫ്റ്റ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള മെംബ്രെയിൻസ് ഉണ്ടെന്ന്, അല്ലേ? നമ്മൾ ഹാർട്ടിനെ കവർ ചെയ്തിട്ട് പെരിക്കാർഡിയം ഉണ്ട്, അതുപോലെ ലങ്സിനെ കവർ ചെയ്തിട്ട് പ്ലൂറി ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്നീസിനെ കവർ ചെയ്തിട്ടും മറ്റു ക്ഷതങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കിഡ്നീനും കവർ ചെയ്തിട്ട് എന്തുണ്ട്? നല്ല സോഫ്റ്റ് ആൻഡ് സ്ട്രോങ് മെംബ്രെയിൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഏത് മെംബ്രെയിൻ ആണെന്നൊന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അത് അറിഞ്ഞു വെച്ചാൽ മതി. കിഡ്നീനെ സംരക്ഷിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് മൊത്തം കവർ ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ് ആൻഡ് സ്ട്രോങ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ. ബ്ലഡ് വിത്ത് ഹൈ പ്രഷർ റീച്ചസ് ദ കിഡ്നി ത്രൂ റീനൽ ആർട്ടറി വിച്ച് ഇസ് എ ബ്രാഞ്ച് ഓഫ് അയോട്ട. ഇനി നമ്മൾ അസോസിയേറ്റഡ് പാർട്സ് ആണ് പഠിക്കാൻ പോകുന്നത്, കിഡ്നിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. ആദ്യമായിട്ട് എന്താ പഠിക്കുന്നത്? റീനൽ ആർട്ടറി. സോ എന്താണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്? ബ്ലഡ് വിത്ത് ഹൈ പ്രഷർ റീച്ചസ് ദ കിഡ്നി ത്രൂ റീനൽ ആർട്ടറി വിച്ച് ഇസ് എ ബ്രാഞ്ച് ഓഫ് അയോട്ട. ഇതല്ലേ നമ്മുടെ കിഡ്നി. ഈ കിഡ്നിയിലേക്ക്
ഹൈ പ്രഷർ ബ്ലഡ് എത്തുന്നത് എന്ത് വഴിയാണ്? ഇവിടെ കാണുന്ന റീനൽ ആർട്ടറി വഴിയാണ്. കണ്ടോ? അപ്പോൾ റീനൽ ആർട്ടറി വഴിയാണ് കിഡ്നിയിലേക്ക് ബ്ലഡ് വിത്ത് ഹൈ പ്രഷർ എത്തുന്നത്. എന്ത് വഴിയാണ്? റീനൽ ആർട്ടറി കേട്ടോ. അപ്പോൾ റീനൽ ആർട്ടറി എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു റെഡ് കളറിലുള്ള ഒരു കുഴലില്ലേ, ഇതാണ് റീനൽ ആർട്ടറി. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, റീനൽ ആർട്ടറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് അയോട്ട. അയോട്ടയുടെ ബ്രാഞ്ചാണ് നമ്മുടെ റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാരീസ് ദ ബ്ലഡ് വിത്ത് ഹൈ പ്രഷർ ടു ദി കിഡ്നീസ്. ഓക്കെ, ഇനി നമുക്ക് റീനൽ വെയിൻ എന്താ ചെയ്യുന്നത് നോക്കാം. ദ ഫിൽറ്റേർഡ് ബ്ലഡ് റീച്ചസ് ദ വീന കാവ ത്രൂ റീനൽ വെയിൻ. കിഡ്നീസിൽ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ് വീനക്കാവയിലേക്ക് എത്തുന്നത് എന്ത് വഴിയാണ്? റീനൽ വെയിൻ വഴിയാണ്. അതായത് ഇവിടെ നമ്മൾ അരിച്ചു മാറ്റിയിട്ടുണ്ടാവും അല്ലേ, ഈ കിഡ്നീസാണ് എന്ത് ചെയ്യുന്നത്? ഫിൽറ്റർ ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡിലുള്ള യൂറിയ, സോൾട്ട് ആൻഡ് അതർ ഹാംഫുൾ സബ്സ്റ്റൻസസിനെല്ലാം കിഡ്നീസിൽ വെച്ച് നമ്മൾ എന്ത് പറഞ്ഞു? ഫിൽറ്റർ ചെയ്ത് കളയുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ് കിഡ്നീസിൽ നിന്ന് വീനക്കാവയിലേക്ക് എത്തിക്കുന്നത് ആര് വഴിയാണ്? റീനൽ വെയിൻ വഴിയാണ്. അപ്പോൾ കിഡ്നീസിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ആരാണ്? റീനൽ ആർട്ടറിയാണ്. ഇനി ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ് വീനക്കാവ അതുപോലെ നമ്മുടെ ബോഡി പാർട്സിലേക്കൊക്കെ എത്തിക്കുന്നത് ആരാണ്? റീനൽ വെയിൻ ആണ്. യൂറിൻ ഫോംഡ് ഇൻ ദി കിഡ്നീസ് റീച്ചസ് ദ യൂറിനറി ബ്ലാഡർ ത്രൂ ദി യൂറിറ്റേഴ്സ് ആൻഡ് ഇസ് എക്സ്പെൽഡ് ഔട്ട് ത്രൂ ദി യൂറിത്ര. നമുക്കറിയാം കിഡ്നീസിൽ വെച്ച് യൂറിൻ ഫോം ചെയ്യുന്നുണ്ട് വിത്ത് യൂറിയ, സോൾട്ട് ആൻഡ് അതർ ഹാംഫുൾ സബ്സ്റ്റൻസസ് പറഞ്ഞല്ലോ. അങ്ങനെ കിഡ്നിയിൽ വെച്ച് ഫോം ചെയ്തിട്ടുള്ള യൂറിൻ എവിടേക്ക് എത്തണം? യൂറിനറി ബ്ലാഡറിലേക്ക് എത്തണം. എന്ത് വഴി? യൂറിറ്റർ വഴി. കണ്ടോ, ഇവിടെ ഒരു യെല്ലോ ട്യൂബ് കണ്ടില്ലേ, ഇതാണ് യൂറിറ്റർ. ഇതാരുമായി കണക്ട് ചെയ്തിട്ടുണ്ട്? കിഡ്നിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. കിഡ്നിയെ യൂറിനറി ബ്ലാഡറായി കണക്ട് ചെയ്യുന്ന ആ ഒരു ട്യൂബാണ് എന്തെന്ന് പറയുന്നത്? യൂറിറ്റർ എന്ന് പറയുന്നത്. സോ കിഡ്നിയിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു യൂറിൻ വിത്ത് salt, urea, then vitamins and other harmful substances is reached into the urinary bladder through ureter. Ureter വഴിയാണ് യൂറിനറി ബ്ലാഡറിലേക്ക് ആ ഒരു യൂറിൻ എത്തുന്നത്. Then it is expelled through urethra. അതിനുശേഷം യൂറിനറി ബ്ലാഡറിൽ യൂറിൻ എത്തിയതിന് ശേഷം പുറത്തേക്ക് പോകുന്നത് എന്ത് വഴിയാണ്? യൂറിത്ര വഴിയാണ്. So these are all about the associated parts of the kidneys and its functions. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ ഒരു പിക്ചർ കണ്ടോ, റീനൽ ആർട്ടറിയും റീനൽ വെയിനും കാണിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു പിക്ചറിൽ ഇതാണ് റീനൽ വെയിൻ. ഈ റീനൽ വെയിൻ വഴിയാണ് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡ് വീനക്കാവയിലേക്ക് എത്തുന്നത്. റീനൽ ആർട്ടറി വഴി ബ്ലഡ്, ഹൈ പ്രഷർ ബ്ലഡ് എവിടേക്ക് എത്തുന്നുണ്ട്? കിഡ്നീസിലേക്ക് എത്തുന്നുണ്ട്. റീനൽ ആർട്ടറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് അയോട്ട. ഓക്കെ, ഇതാണപ്പോൾ റീനൽ ആർട്ടറി, ഇതാണ് റീനൽ വെയിൻ. ഇവിടെ താഴെ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എക്സസൈസാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. പൊസിഷൻ ആൻഡ് ഷേപ്പ്, എവിടെയാണ് ഈ ഒരു കിഡ്നീൻ്റെ സ്ഥാനം, ഒപ്പം ഷേപ്പ്, എന്താണ് ആകൃതി. നമുക്കറിയാം ബീൻ ഷേപ്പ്ഡ്, പയർവിത്തിൻ്റെ ആകൃതിയാണ് കിഡ്നിക്കുള്ളത്. പൊസിഷൻ എവിടെയാണ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി അബ്ഡോമിനൽ കാവിറ്റി ഓൺ ഐദർ സൈഡ് ഓഫ് ദി വെർട്ടിബിൾ കോളം. വെർട്ടിബിൾ കോളത്തിൻ്റെ നട്ടെല്ലിന് ഇരുവശത്തുമായി ആമാശയത്തിൽ അബ്ഡോമിനൽ കാവിറ്റിയിലാണ് നമുക്ക് കിഡ്നീസിനെ കാണാനായിട്ട് സാധിക്കുക. ദെൻ ബ്ലഡ് വെസൽ വിച്ച് സപ്ലൈസ് ബ്ലഡ്, ബ്ലഡിനെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽ, കിഡ്നിയിലേക്ക് ഹൈ പ്രഷർ ബ്ലഡിനെ എത്തിക്കുന്ന ആരാണ്? റീനൽ ആർട്ടറിയാണ്. ബ്ലഡ് വെസൽ വിച്ച് സപ്ലൈസ് ബ്ലഡ്, ബ്ലഡിനെ കിഡ്നിയിലേക്ക് എത്തിക്കുകയാണ്, അതാരാണ്? റീനൽ ആർട്ടറിയാണ്. ദെൻ ട്യൂബ് വിച്ച് ക്യാരീസ് യൂറിൻ ടു ദി യൂറിനറി ബ്ലാഡർ, യൂറിനറി ബ്ലാഡറിലേക്ക് യൂറിനെ എത്തിക്കുന്നത് ആരാണ്? യൂറിറ്ററാണ്. നമ്മൾ പറഞ്ഞില്ലേ യെല്ലോ ട്യൂബ് എന്ന് പറഞ്ഞില്ലേ, ആ യൂറിറ്ററാണ് യൂറിനറി ബ്ലാഡറിലേക്ക് എന്തെത്തിക്കുന്നത്? യൂറിൻ എത്തിക്കുന്നത് ഫ്രം കിഡ്നി. ദെൻ ബ്ലഡ് വെസൽ വിച്ച് ക്യാരീസ് ബ്ലഡ് ഔട്ട്, ഏത് ബ്ലഡ് വെസലാണ് പുറത്തേക്ക് ബ്ലഡിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്? അതായത് കിഡ്നീസിൽ വെച്ച് ഫിൽറ്റേർഡ് ആയിട്ടുള്ള ബ്ലഡ് വീനക്കാവിലെത്തുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, അതാരാണ് ചെയ്യുന്നത്? റീനൽ വെയിനാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എഴുതി ചേർക്കണം കേട്ടോ. We should know the internal structure of kidney to understand how kidneys remove waste materials from the blood. നമ്മൾ പറഞ്ഞു കിഡ്നീസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ എല്ലാം റിമൂവ് ചെയ്യുകയാണെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ കിഡ്നി എങ്ങനെയാണ് ഈ രക്തത്തിൽ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. അതിനായിട്ട് കിഡ്നിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ആന്തരഘടന നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് കിഡ്നിയാണ്, കിഡ്നിയുടെ ആന്തരഘടനയെക്കുറിച്ചാണ്. ഈച്ച് കിഡ്നി ഈസ് കംപ്രൈസ്ഡ് ഓഫ് അബൌട്ട് 12 lakh അൾട്രാ ഫിൽറ്റേഴ്സ്. എത്രത്തോളം അൾട്രാ ഫിൽറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? 12 ലക്ഷത്തോളം അൾട്രാ ഫിൽറ്റേഴ്സ് ഉള്ളതാണ് ഓരോ കിഡ്നിയിലും. അപ്പോൾ ഓരോ കിഡ്നിയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? 12 ലക്ഷത്തോളം അൾട്രാ ഫിൽറ്റേഴ്സ് കൊണ്ടാണ്.
ദീസ് ആർ കോൾഡ് നെഫ്രോൺസ്. അങ്ങനെയുള്ള ആ അൾട്രാ ഫിൽറ്റേഴ്സിനെ പറയുന്ന പേരാണ് നെഫ്രോൺസ്. നെഫ്രോൺസ് ആർ ദി ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നീസ്. അപ്പോൾ നെഫ്രോൺ എന്ന് പറയുന്നത് കിഡ്നികളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അപ്പോൾ കിഡ്നീസ് ഉണ്ടാക്കിയിട്ടുള്ളത് 12 lakh ഓഫ് അൾട്രാ ഫിൽറ്റേഴ്സ് കൊണ്ടാണ്. ഈ അൾട്രാ ഫിൽറ്റേഴ്സിനെ പറയുന്ന പേരാണ് നെഫ്രോൺസ്. Therefore, the nephrons are the basic structural and functional units. ഇവിടെ നമുക്ക് കിഡ്നിയുടെ ഇന്റേണൽ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് കിഡ്നിയുടെ അസോസിയേറ്റഡ് പാർട്സ് ആയിരുന്നു, കിഡ്നിയും അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്റേണൽ സ്ട്രക്ചർ, ഒരു കിഡ്നിയുടെ ഛേദം, ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭാഗങ്ങൾ, കിഡ്നിക്ക് അകത്തുണ്ടാകുന്ന ഇന്റേണൽ സ്ട്രക്ചറാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പാർട്ടാണ് കോർട്ടെക്സ്. കണ്ടോ, ഇതാണ് കോർട്ടെക്സ്. ഇതാണ് നമ്മുടെ വൃക്ക, ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള വൃക്ക, ഇതാണിത്. അതുപോലെ തന്നെ അതിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? കോർട്ടെക്സ് ആണ്. ദ ലൈറ്റ് കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി കിഡ്നി, അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് ദി നെഫ്രോൺസ് ആർ ഫൗണ്ട് ഹിയർ. കോർട്ടെക്സ് എന്ന് പറയുന്നത് കിഡ്നിയുടെ ഏറ്റവും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഔട്ടർ പാർട്ടാണ്. പുറമേ കാണുന്ന വളരെ ഇളം നിറമുള്ള ഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. എന്തിൻ്റെ? കിഡ്നിയുടെ. സോ ഇവിടെ നമുക്ക് കാണാം, ഇത് ലൈറ്റ് കളേർഡ് ആണ്, ഔട്ടർ പാർട്ടാണ് അല്ലേ, പുറമേ കാണുന്ന ഭാഗമാണ്, ഇളം നിറമാണുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് അൾട്രാ ഫിൽറ്റേഴ്സ്, അതായത് നെഫ്രോൺസിൻ്റെ അൾട്രാ ഫിൽറ്റേഴ്സ് ഇവിടെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അൾട്രാ ഫിൽറ്റേഴ്സ് ഓഫ് ദി നെഫ്രോൺസ് ആർ ഫൗണ്ട് ഹിയർ. എവിടെയാണ്? കോർട്ടെക്സിലാണ്. ദെൻ സെക്കൻഡ് പാർട്ട് ഏതാണ്? മെഡുല്ല. മെഡുല്ല എന്ന് പറയുന്നത് ദാ ഇവിടെ കാണുന്നില്ലേ, ഇതാണ് മെഡുല്ല കേട്ടോ. The dark colored inner part of the kidney, long tubules of nephrons are found. Then medulla എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ടാണ്. കോർട്ടെക്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെഡുല്ല എന്താണ്? ഡാർക്ക് കളേർഡ് ആണ്, കുറച്ചുകൂടി കടും നിറമാണുള്ളത് അല്ലേ. ഒപ്പം തന്നെ അതെന്താ? ഇന്നർ പാർട്ടാണ്, അകത്തുള്ള ഭാഗമാണ്. ഇത് പുറമേ കാണുന്ന ഭാഗമാണ്. മെഡുല്ലയാണെങ്കിൽ അകത്ത് കാണുന്ന ഭാഗമാണ്, ഡാർക്ക് കളേർഡ് ആണ്. ഒപ്പം ലോങ് ട്യൂബ്യൂൾസ് ഓഫ് നെഫ്രോൺസ് ആർ ഫൗണ്ട്. നമ്മൾ പറഞ്ഞു നെഫ്രോൺ ഉണ്ടെന്നല്ലേ, അൾട്രാ ഫിൽറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ അൾട്രാ ഫിൽറ്റേഴ്സിനെ കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? കോർട്ടെക്സിലാണ്. എന്നാൽ ഈ ഒരു അൾട്രാ ഫിൽറ്റേഴ്സിൻ്റെ ട്യൂബ്യൂൾസ്, അതായത് ട്യൂബുള്ളൊരു ഭാഗമുണ്ട്, അത് കാണുന്നത് എവിടെയാണ്? മെഡുല്ലയിലാണ്. അപ്പോൾ ഇവിടെ കാണുന്നില്ലേ, ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതന്നെ കുറച്ചും കൂടി വ്യക്തമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോർട്ടെക്സ്. കണ്ടോ, ഈ കോർട്ടെക്സിലാണ് ദേ കണ്ടോ നെഫ്രോൺസിനെ കാണുന്നത്. കണ്ടല്ലോ, ഇതാണ് നെഫ്രോൺസ്. ഇവിടെ കാണുന്നുണ്ട്, ഇത് ലൈറ്റ് കളേർഡ് ആണ്, ഔട്ടർ പാർട്ടാണ്. മിഡിൽ എന്ന് പറയുന്നത് എന്താ? ഡാർക്ക് കളേർഡ് ആണ്, ഇന്നർ പാർട്ടാണ്. ഇവിടെ കണ്ടോ ട്യൂബ്യൂൾസ് പോലെ ഈ നെഫ്രോൺസിന് ട്യൂബ്സ് ഇങ്ങനെ നീണ്ട് കിടക്കുന്ന കണ്ടില്ലേ, ഇതാണ് ട്യൂബ്യൂൾസ്. അതുകൊണ്ടാണ് ഈ മെഡുലർ റീജിയണിൽ ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. എന്തിൻ്റെ? നെഫ്രോൺസിൻ്റെ ട്യൂബ്യൂൾസ് കാണുന്നത് എവിടെയാണ്? മെഡുലയിലാണ്. എന്നാൽ നെഫ്രോൺസ് മുഴുവനായിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? കോർട്ടെക്സിലാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ആ ട്യൂബ്സ് മാത്രമാണ് ഇവിടെ കാണുന്നത്, മെഡുലയിൽ. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് പെൽവസ് region where urine from the filters flows into. അതായത് നെഫ്രോൺസ് ആയിരിക്കും ഇവിടെ നിന്നെല്ലാം യൂറിനെ കളക്ട് ചെയ്തിട്ട് ഈ പെൽവിസ് റീജിയനിലേക്ക് എത്തിക്കുന്നത്. സോ ഇവിടെ കാണുന്ന ഈ ട്യൂബ്യൂൾസിലൂടെ ആയിരിക്കും എന്തെത്തുന്നത്? യൂറിൻ എവിടേക്ക് എത്തുന്നത്? പെൽവിസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ദ റീജിയൻ വെർ യൂറിൻ ഫ്രം ദി ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. ഫിൽറ്റേഴ്സിൽ നിന്ന്, അതായത് അൾട്രാ ഫിൽറ്റേഴ്സ് ആയിട്ടുള്ള നെഫ്രോൺസിൽ നിന്ന് യൂറിൻ എത്തുന്നത് എവിടേക്കാണ്? പെൽവിസിലേക്കാണ്. So these are the important parts in the internal structure of kidneys, that is cortex, medulla and pelvis. സോ ഇത്രയും നമ്മൾ പഠിച്ചത് കിഡ്നീസിൽ എങ്ങനെയാണ് നെഫ്രോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് അല്ലേ. ആദ്യം കോർട്ടെക്സ് റീജിയൻ പറഞ്ഞു, മെഡുല റീജിയൻ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ നെഫ്രോൺസിൻ്റെ പെക്യുലാരിറ്റീസ്, സവിശേഷതകൾ. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് എ നെഫ്രോൺ. ഇതിന് കുറേ അധികം ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം, അതിൻ്റെ പെക്യുലാരിറ്റീസും പഠിക്കാം. So first part of the nephron is Bowman's capsule. ഏതാണ്? Bowman's capsule. എന്താണ് അതിൻ്റെ പെക്യുലാരിറ്റീസ്? The double-walled cup-shaped structure at one end of the nephron. The space between the two walls is called capsular space. Bowman's capsule എന്ന് പറയുന്നത് ദാ ഈ ഒരു ഭാഗം കോർട്ടെക്സിൽ നമ്മൾ കണ്ടില്ലേ, ദാ ഇവിടെ നിങ്ങൾക്ക് കാണാനില്ലേ, കോർട്ടെക്സിലേക്ക് നിൽക്കുന്ന ഈ ഒരു കപ്പ് പോലുള്ള, ഇവിടെ കണ്ടോ ചെറിയ ചെറിയ പാമ്പ് കുട്ടികൾ കിടക്കുന്ന പോലെ ഉണ്ടല്ലേ, അതുപോലെ കണ്ടോ ഈ ഒരു കപ്പ് ഷേപ്ഡ് ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഈ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്, ഈ കോർട്ടെക്സിൽ എടുക്കുന്ന ഭാഗം കേട്ടോ. സോ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഇതിന് കുറച്ചും കൂടി വലുതാക്കിയിട്ടാണ് ഇതാ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു കപ്പ് പോലെ കാണുന്നില്ലേ. അപ്പോൾ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറാണ് എന്തിനുള്ളത്? ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളത്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? അറ്റ് വൺ എൻഡ് ഓഫ് ദി നെഫ്രോൺ. നെഫ്രോണിൻ്റെ ഒരു അറ്റത്താണ് എന്തിനെ കാണാൻ പറ്റുന്നത്? ബോമാൻസ് ക്യാപ്സ്യൂളിനെ കാണാൻ പറ്റുന്നത്. ഇതൊരു കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഡബിൾ വോൾഡ് സ്ട്രക്ചറാണ്.
ഡബിൾ വോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ട സ്തരം, അതായത് ഇരട്ട സ്തരമായിട്ടുള്ള ഡബിൾ വോൾഡ് ആയിട്ടുള്ള കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള കപ്പ് ആകൃതിയിലുള്ള നെഫ്രോണിൻ്റെ ഏറ്റവും ടിപ്പ് പോർഷൻ, നെഫ്രോണിൻ്റെ ഒരു അറ്റത്തുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇരട്ട ഭിത്തിയുണ്ട്, ഡബിൾ വോൾഡ് ആണ്, കപ്പ് ഷേപ്ഡ് ആണ്, കപ്പിൻ്റെ ആകൃതിയുണ്ട്. അപ്പോൾ തന്നെ ഇതാണല്ലോ നമ്മുടെ നെഫ്രോൺ എന്ന് പറയുന്നത്. ഈ നെഫ്രോണിൻ്റെ ഒരു അറ്റത്തുള്ള ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഡബിൾ വോൾഡ് ആണ് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന്. അപ്പോൾ 2 വോൾഡ് എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2 വോൾഡിനും ഇടയിലുള്ള സ്പേസിനെ പറയുന്ന പേരാണ് ക്യാപ്സുലാർ സ്പേസ്. എന്താ പറയുന്നത്? ക്യാപ്സുലാർ സ്പേസ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും എന്തുണ്ടാവുക? ക്യാപ്സുലാർ സ്പേസ്, ഇതിൻ്റെ ഇടയിൽ കേട്ടോ. കപ്പ് ഷേപ്പറാണ്, ഡബിൾ വോൾ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെയാണ് എന്തുണ്ടാവുക? ക്യാപ്സുലാർ സ്പേസ് ഉണ്ടാവുക. സോ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഇസ് എഫറന്റ് വെസൽ. എന്താ പറയുന്നത്? എഫറന്റ് വെസൽ. ദ ബ്ലഡ് വെസൽ ദാറ്റ് കംസ് ഔട്ട് ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലാണ് എഫറന്റ് വെസൽ. ബോമാൻസ് ക്യാപ്സ്യൂളാണിത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഴലിനെ നമ്മൾ എന്ത് പറയും? എഫറന്റ് വെസൽ. എന്താ പറയുന്നത്? എഫറന്റ് വെസൽ. ദെൻ അഫറന്റ് വെസൽ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി വിച്ച് എൻറ്റേഴ്സ് ദി ബോമാൻസ് ക്യാപ്സ്യൂൾ. അഫറന്റ് വെസൽ എന്ന് പറയുന്നത് റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. അതായത് ഉയർന്ന മർദ്ദത്തിലുള്ള രക്തം കിഡ്നീസിലേക്ക് എത്തിക്കുന്നത് റീനൽ ആർട്ടറി ആണെന്ന് പറഞ്ഞു. ഈ റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചാണ് അഫറന്റ് വെസൽ. ഇനി എന്താണ് ഇതിൻ്റെ പെക്യുലാരിറ്റി? ഇറ്റ് എൻറ്റേഴ്സ് ദി ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂളിന് അകത്തേക്ക് കടക്കുന്ന വെസലാണ് അഫറന്റ് വെസൽ. നമ്മൾ നേരത്തെ പറഞ്ഞ എഫറന്റ് വെസൽ ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നതാണ്. എന്നാൽ അഫറന്റ് വെസൽ എന്താണ്? അകത്തേക്ക് കിടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും. എഫറന്റ് വെസലാണോ അഫറന്റ് വെസലാണോ പുറത്തേക്ക് പോകുന്നത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. അഫറന്റ് ആന്നല്ലേ പറയണേ? അഫറന്റ് വെസലാണെങ്കിൽ അകത്തേക്ക്, ബോമാൻസ് ക്യാപ്സ്യൂളിന് അകത്തേക്ക്, അങ്ങനെ പഠിക്കൂ കേട്ടോ. അഫറന്റ് വെസൽ അകത്തേക്ക്, എഫറന്റ് വെസൽ അപ്പോൾ എന്തായാലും തീർച്ചയായും പുറത്തേക്കാവും. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. അപ്പോൾ എഫറന്റ് വെസൽ എന്ന് പറയുന്നത് ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അഫറന്റ് വെസൽ വെസൽ എന്ന് പറയുന്നത് ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് അകത്തേക്ക് കടക്കുന്ന കുഴലാണ്. ആൻഡ് ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. സോ ബോമാൻസ് ക്യാപ്സ്യൂൾ, എഫറന്റ് വെസൽ, അഫറന്റ് വെസൽ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഇസ് ഗ്ലോമറുലസ്. The region where afferent vessel enters the Bowman's capsule and splits into minute capillaries. ഗ്ലോമറുലസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അഫറന്റ് വെസൽ എന്ത് ചെയ്യുന്നുണ്ട്? ബോമാൻസ് ക്യാപ്സ്യൂളിന് അകത്തേക്ക് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ ഭാഗം പിന്നീട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാപ്പിലറീസ് ആയിട്ട് മാറും. അതായത് അഫറന്റ് വെസൽ ഈ ഒരു ബോമാൻസ് ക്യാപ്സ്യൂളിന് അകത്തേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാപ്പിലറീസ് ആയിട്ട് മാറുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. കണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ കാപ്പിലറീസ്. ഇത് കണ്ടോ, ഇത് വലിയൊരു കുഴലാണ്. അത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ കാപ്പിലറീസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലോമറുലസ്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഇസ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. ബ്ലഡ് കാപ്പിലറീസ് സീൻ അറൌണ്ട് ദി റീനൽ ട്യൂബ്യൂൾസ് ആസ് ദി കണ്ടിന്യൂഷൻ ഓഫ് എഫറന്റ് വെസൽ. പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയുന്നത് എഫറന്റ് വെസലിൻ്റെ കണ്ടിന്യൂഷനാണ്, തുടർച്ചയാണ്. എഫറന്റ് വെസൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബോമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുഴലാണ് അല്ലേ? ഈ എഫറന്റ് വെസലിൻ്റെ കണ്ടിന്യൂവേഷനാണ് എന്തെന്ന് പറയുന്നത്? പെരിട്യൂബുലാർ കാപ്പിലറീസ്. ഈ പെരിട്യൂബുലാർ കാപ്പിലറീസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ഈസ് സീൻ അറൌണ്ട് ദി റീനൽ ട്യൂബ്യൂൾസ്. ഈ ട്യൂബ്യൂൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഈ ട്യൂബ്യൂളിനെ നമ്മൾ കോർട്ടെക്സ്, മെഡുല, പെൽവിസ് എന്ന് പഠിച്ചപ്പോൾ ആ ഒരു മെഡുല റീജിയനിൽ ട്യൂബ്യൂൾ അങ്ങനെ കിടക്കുന്നുണ്ട് പറഞ്ഞില്ലേ? അതാണ് ഈ സംഭവം. ഇതാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീനൽ ട്യൂബ്യൂളിനെ ചുറ്റി കിടക്കുന്ന ഭാഗമാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് ആൻഡ് ഇറ്റ് ഈസ് ദി കണ്ടിന്യൂവേഷൻ ഓഫ് എഫറന്റ് വെസൽ. സോ പെരിട്യൂബുലാർ കാപ്പിലറീസ് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ റീനൽ ട്യൂബ്യൂൾസിനെ ചുറ്റി കാണപ്പെടുന്നതാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് ആൻഡ് ഇറ്റ് ഈസ് ദി കണ്ടിന്യൂവേഷൻ ഓഫ് എഫറന്റ് വെസൽ. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഇസ് കളക്ടിംഗ് ഡക്ട്. ദ പാർട്ട് വേർ റീനൽ ട്യൂബ്യൂൾസ് എൻറ്റർ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്, യൂറിൻ ഇസ് കളക്റ്റഡ് ആൻഡ് ഇസ് ക്യാരിഡ് ടു ദി പെൽവസ്. സോ കളക്ടിംഗ് ഡക്റ്റ്, ആ ഒരു പേര് തന്നെ മനസ്സിലാവും, ശേഖരിക്കുക, കളക്ട് ചെയ്യുക. ആ ഒരു ഡക്റ്റാണ് കളക്ടിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ കളക്ടിംഗ് ഡക്റ്റ്. ഇവിടെ വെച്ച് എന്താണ് സംഭവിക്കുന്നത്? ദ പാർട്ട് വേർ റീനൽ ട്യൂബ്യൂൾസ് എൻറ്റർ. സോ റീനൽ ട്യൂബ്യൂൾസ് ആണ് ഇത് അല്ലേ? ഈ റീനൽ ട്യൂബ്യൂൾസ് എൻറ്റർ ചെയ്യുന്നത്, കടക്കുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? കളക്ടിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. ഈ ഒരു കളക്ടിംഗ് ഡക്റ്റിൽ വെച്ചിട്ടാണ് വാട്ടറിൻ്റെ, ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത്. യൂറിൻ ഇസ് കളക്റ്റഡ് ആൻഡ് ഇസ് ക്യാരിഡ് ടു ദി പെൽവിസ്.
യൂറിൻ ശേഖരിച്ചതിന് ശേഷം ഈ ഒരു കളക്റ്റിംഗ് ഡക്റ്റിലല്ലേ യൂറിൻ വരുന്നത്, ഇവിടെ നിന്ന് പിന്നീട് എവിടേക്കാണ് യൂറിൻ എത്തുന്നത്? പെൽവിസിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പെൽവിസിലേക്കാണ് യൂറിൻ കളക്ട് ചെയ്യുന്നത്. അത് എവിടുന്നാണ്? കളക്റ്റിംഗ് ഡക്റ്റ് വഴിയാണ് അത് നടക്കുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ടാണ് റീനൽ ട്യൂബ്യൂൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദ ലോങ് ട്യൂബ്യൂൾ വിച്ച് കണക്ട്സ് ദ ബോമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് ദി കളക്റ്റിംഗ് ഡക്റ്റ്. സോ ഈ ഒരു ബോമാൻസ് ക്യാപ്സ്യൂളിനെയും കളക്റ്റിംഗ് ഡക്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് റീനൽ ട്യൂബ്യൂൾ. ഇതിന് ചുറ്റുമായിട്ട് അറൗണ്ട് ചെയ്തിട്ട് പെരി ട്യൂബുലാർ കാപ്പിലറീസ് ഉണ്ട്. അതുപോലെ തന്നെ ബോമാൻസ് ക്യാപ്സ്യൂളിന് ഉള്ളിലേക്ക് അകത്തേക്ക് വരുന്ന വെസലാണ് അഫ്രന്റ് വെസൽ, പുറത്തേക്ക് പോകുന്ന വെസലാണ് എഫ്രന്റ് വെസൽ. എഫ്രന്റ് വെസലിൻ്റെ കണ്ടിന്യൂഷനാണ് പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ദെൻ അഫ്രന്റ് വെസൽ കുറച്ച് കാപ്പിലറി ഫോം ആവുന്നുണ്ട്, ആ ഒരു ഭാഗമാണ് ഗ്ലോമറുലസ്. സോ ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് കിഡ്നി എന്ന എക്സ്ക്രീറ്ററി ഓർഗാനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ നെഫ്രോണിൻ്റെ സ്ട്രക്ചറും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.